ഭർത്താവിനെ കാണാനായി ലണ്ടനിലേക്ക് പുറപ്പെട്ട നവവധു ഖുശ്ബു അടക്കം നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പൊലിഞ്ഞത്. രാജസ്ഥാനിൽ നിന്നുള്ള ഡോക്ടർ ദമ്പതികളും 3 മക്കളും വിമാനത്തിൽ നിന്ന് അവസാനമായി എടുത്ത ചിത്രം ഹൃദയഭേദകമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം കത്തിയെറിഞ്ഞപ്പോൾ ചാരമായത് അപ്രതീക്ഷിതമായി വിട പറയേണ്ടി വന്നവരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, അവരെ കാത്തിരുന്നവരുടെ, സ്നേഹിച്ചിരുന്നവരുടെ, പ്രതീക്ഷിച്ചിരുന്നവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഭർത്താവിന്റെ തോളിൽ തലചായ്ച്ച് 3 മക്കളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഡോക്ടർ കോമി വ്യാസിന്റെ ചിത്രം ഹൃദയഭേദകമാണ്. ഉദയ്പൂർ സ്വദേശികളായ ഡോക്ടർ പ്രതീക് ജോഷി, ഭാര്യ ഡോക്ടർ കോമി വ്യാസ്, മക്കളായ നകുൽ, പ്രദ്യുത്, മിറായ എന്നിവരാണ് വിമാനാപകടത്തിൽ മരിച്ചത്. കുടുംബത്തെ കൂടെ കൂട്ടാനായി ഒരാഴ്ച മുൻപാണ് പ്രതീക് രാജസ്ഥാനിലെ ബെൽസ്വരയിലേക്ക് തിരിച്ചെത്തിയത്. കുടുംബവുമായുള്ള മടക്കം മരണത്തിലേക്കും. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഖുശ്ബുവും മൻഫൂൽ സിംഗും വിവാഹിതരായത്. മൻഫൂൽ സിംഗ് ലണ്ടനിൽ വിദ്യാർത്ഥിയാണ്. വിവാഹശേഷം ആദ്യമായി ഭർത്താവിനെ കാണാനായി പുറപ്പെട്ടതായിരുന്നു ഖുശ്ബു. എന്നാൽ അവനെ കാണാനായില്ല. വിമാനത്താവളത്തിൽ നിന്ന് പിതാവിനൊപ്പം എടുത്ത ചിത്രത്തിൽ ദുഃഖം വല്ലാതെ നിഴലിച്ചിരുന്നു. Goodbye, India. Goodbye. 10-hour flight back to England. ഇന്ത്യയിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ ബ്രിട്ടീഷുകാരായ ജാമിയും ഗ്രീൻലിയും ടേക്ക് ഓഫിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോ ആണിത്. ലാസ്റ്റ് നൈറ്റ് ഇൻ ഇന്ത്യ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത്. ചില വാക്കുകൾ അറം പറ്റുമെന്ന് പറയും പോലെ അതവരുടെ അവസാന രാത്രിയായി. അവസാന യാത്രയും. ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വിമാന ജീവനക്കാരിൽ 2 പേർ വംശീയ കലാപം മുറിവേൽപ്പിച്ച മണിപ്പൂരിൽ നിന്നുള്ളവരാണ്. നങ്കദോയ് ശർമ്മയും ലാനുന്തം സിംഗ്സണും. കുഞ്ഞെ, നീ എവിടെ പോയെന്നലറി വിളിച്ച് നങ്കദോയ് ശർമ്മയുടെ ചിത്രങ്ങൾ മറിച്ചു നോക്കി സഹോദരി ഗീതാഞ്ജലി പൊട്ടിക്കരയുകയാണ്. ന്യൂസ് ഡെസ്ക് 24.